എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ക്ലാസ് റൂം മാനേജ്മെന്റിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോ നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ചപ്പാത്തി പരത്തുകയും ചുടുകയും ഒക്കെ നിങ്ങൾ ചെയ്യുകയാണ്. പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നു. അപ്പൊ ഉടനെ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് അടുക്കളയിലേക്ക് വന്നിട്ട് നിങ്ങളോട് പറയുന്നു അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അങ്ങനെ നിങ്ങൾ ചായ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്നിട്ട് പറയുന്നത്, അയ്യോ എന്റെ വീട്ടിൽ അരി തീർന്നു പോയി, കുറച്ച് അരി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. നിങ്ങൾ ആ ചേച്ചിക്ക് അരി എടുത്തു കൊടുക്കുമ്പോഴേക്കും നിങ്ങളുടെ ചെറിയ കുട്ടി ഉറക്കം എഴുന്നേറ്റ് കരയാനും തുടങ്ങി. അപ്പൊ നിങ്ങൾ ഉടനെ തന്നെ കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ അടുപ്പത്ത് വെച്ച ചപ്പാത്തി കരിഞ്ഞു, അതുപോലെ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ വന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മുടെ ടീച്ചിങ്ങുമായി ബന്ധപ്പെടുത്തിയാൽ, അതായത് നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടോ അതുപോലെ എന്തെങ്കിലും വികൃതി കാണിച്ചിട്ടോ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യും. ഇത് സാധാരണ ക്ലാസ്സുകളിൽ ഉണ്ടാവുന്നതാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? കുട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്നത് നിർത്തിയിട്ട് ആ കുട്ടിയെ വഴക്ക് പറയാൻ തുടങ്ങി. ഇതുകൊണ്ട് ഇവിടെ ആർക്കാണ് നഷ്ടം? നിങ്ങൾ ടീച്ചർമാർക്ക് തന്നെയാണ്. കാരണം നിങ്ങളുടെ ചാപ്റ്റർ പഠിപ്പിക്കാൻ നിങ്ങൾ വൈകും, നിങ്ങളുടെ സമയം വൈകും. അതുപോലെ ഇന്ന് പഠിപ്പിക്കേണ്ട കാര്യം നാളെയോ മറ്റന്നാളോ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ എനർജിയും വേസ്റ്റ് ആക്കി. ആ വഴക്ക് പറയുന്ന സമയത്ത് നിങ്ങൾ പഠിപ്പിക്കുന്നത് തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇനി നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ഒരുപാട് കുരുത്തക്കേട് കാണിക്കുന്നുണ്ടാവും. എന്നിരുന്നാലും അവരിൽ ചില കഴിവുകളും ഉണ്ടാവും. കാരണം നിങ്ങളാണ് അവരെ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അവർ തീർച്ചയായിട്ടും നേടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുണ്ടല്ലോ ഓരോ കുട്ടിയുടെയും ക്വാളിറ്റി കണ്ടുപിടിക്കണം. അതിനുശേഷം ഓരോ കുട്ടിയെയും മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് അവന്റെ ആ ഗുഡ് ക്വാളിറ്റിയെ കുറിച്ച് പ്രശംസിച്ച് സംസാരിക്കണം. അതുപോലെ അവന്റെ പേരൻസിന് മുന്നിൽ വെച്ചും സംസാരിക്കണം. പിന്നെ മറ്റുള്ള ടീച്ചേഴ്സിന്റെ മുന്നിൽ വെച്ചും നിങ്ങൾ ഓരോരുത്തരെയും പ്രശംസിച്ച് സംസാരിക്കണം. വാസ്തവത്തില് ആ കുട്ടി ചിലപ്പോ ഭയങ്കര വികൃതി ഉള്ളവനായിരിക്കും. പക്ഷെ എന്നിരുന്നാലും എന്തെങ്കിലും ഒരു ക്വാളിറ്റി നിങ്ങൾ ആ കുട്ടിയിൽ കണ്ടെത്തിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആ കുട്ടിയെ പ്രശംസിക്കണം. ആ വികൃതിയുള്ള കുട്ടികൾക്ക് ടീച്ചർക്ക് എന്നെ ഇഷ്ടമാണ് എന്ന ഒരു തോന്നൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ മാജിക്കൽ വേർഡ്സ് യൂസ് ചെയ്യണം. അതായത് യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ് എന്ന് തറപ്പിച്ച് തന്നെ പറയണം. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു നല്ല മാറ്റം ഓരോ കുട്ടിയിലും തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ നിങ്ങളും കുട്ടികളോട് ഷൗട്ട് ചെയ്യാതിരുന്നാല് നിങ്ങൾക്കും എന്നും പോസിറ്റീവായിട്ട് ഇരിക്കാൻ കഴിയും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.